ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ജനലെല്ലാം തുറന്ന്, പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ രാവിലെ. അങ്ങനെ മോനും ഹസ്ബൻഡും എണിച്ചിട്ടാണ് അവിടെ ഉറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ വിളിക്കാൻ പോയിട്ട് ഉറങ്ങിട്ട് തണുപ്പായിക്കൊണ്ട് ഉറങ്ങട്ടിട്ട് ഞാൻ ഇളക്കി. പിന്നെ രാവിലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ചായ ഞാൻ കുടിക്കലില്ല, പിന്നെ ഇന്ന് വെച്ച് അവിടെ എൻ്റെ പെരയിലൊന്നും കുടിക്കുന്നത്, ഇവിടെ ഹസ്ബൻഡിൻ്റെ പെരയിൽ കുടിക്കലില്ല. അവിടെ ഉമ്മല്ലേ വെച്ച് തന്നെ അങ്ങനെ കുടിക്കണം. ഇവിടെ ഹസ്ബൻഡിൻ്റെ പെരയിൽ ഇപ്പോൾ കമ്പനിയാണെ കൊണ്ട് കുടിക്കലില്ല. പിന്നെ അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് പുറത്തെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് നിന്ന്. അതൊന്നും ഞാൻ തീ പിടിച്ചു. ഞാൻ അടുത്ത പുല്ലെല്ലാം പോയിന്, കുറച്ച് കാട് ഓർന്നിട്ടുണ്ടായി. ഇപ്പോഴത്തെ നേരമായി തീ പിടിച്ചുകൊണ്ട്. പിന്നെ ചായയെല്ലാം ഇങ്ങനെ കുടിച്ചിട്ട് പുറത്തിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് നിന്ന്. പിന്നെ ഡ്രസ്സ് വാഷാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. പിന്നെ നമുക്ക് എപ്പോഴുള്ള ഡ്യൂട്ടിയല്ലേ ഡ്രസ്സ് വാഷാക്കാനും ഫുഡ് ഉണ്ടാക്കുക, കിച്ചൺ ക്ലീൻ ആക്കുക. ഇത് എപ്പോഴും ഉള്ളതിനല്ലേ നമുക്കെല്ലാം. അങ്ങനെ പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ക്ലീനായിട്ട് കിട്ടുന്ന പോലാണ്. അപ്പോൾ പിന്നെ പണിയെല്ലാം എളുപ്പത്തിലായില്ലേ, പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ ആയെങ്കിൽ പിന്നെ ഇത് രാവിലെ പുട്ടുണ്ടാക്കിനെ. ഞാൻ കിച്ചണിൻ്റെ ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫുഡാക്കാനായിട്ട് നിന്ന്. അപ്പോഴേക്ക് ഹസ്ബൻഡ് മോന് വെച്ചിട്ടുണ്ടായി. അങ്ങനെ നേരെ ബെഡ് ക്ലീൻ ആക്കുക, എന്നിട്ടായിട്ട് അടിച്ച് തോർത്താറിഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ഇതിനെ നമുക്ക് എപ്പോഴും ഉള്ളതിനല്ലേ, ഉച്ചക്കലത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ്, രാത്രിയിലത്തെ ഫുഡ് ഇങ്ങനെ മാറാനില്ല. അങ്ങനെ ബെഡെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫിഷ്, ഇങ്ങനെ പൂച്ച, കോയിനോടെല്ലാം ഭയങ്കര പിടിച്ചോ അങ്ങനത്തെ എല്ലാം ഇതാക്കാൻ. പിന്നെ ഇതെൻ്റെ അനിയനോടെ പുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് മേൽക്കൊണ്ടുവന്നു. നല്ല പാണ്ടത് കാണാനല്ലോ. അങ്ങനെ അതിന് ഫുഡ് ഇട്ട് കൊടുക്കാറിട്ട് അങ്ങനെ അതിന് ഫുഡ് ഇട്ട് എന്നെ കണ്ടു നിൽക്കാൻ നല്ല ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഒന്നിനുള്ളൂ, ഒറ്റക്കായിട്ട് അതിന് ബോറടിക്കുന്നെന്ന് തോന്നും. ഒന്നിനുള്ളത്. പിന്നെ കുഞ്ഞുണ്ട്, അതിൻ്റെ ഒക്കെ കുഞ്ഞിൻ്റെ അമ്മ ചത്തിന്, കുഞ്ഞ് മാത്രമുണ്ട്. കുഞ്ഞിനെ ബറ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇട്ടിട്ട് ഇത് ഇതാക്കിണ്ടായിട്ട് ബറ ബോട്ടിലിട്ട് ചെറിയ കുഞ്ഞ് കാണുന്നൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു വാരിയിട്ട് തോർത്തുന്ന അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കോഴി, പൂച്ച അങ്ങനത്തെ എല്ലാം പിടിച്ചോന്നും. ഇവിടെ കോഴിയുണ്ട്, കോഴിയല്ല ചെറിയ കുഞ്ഞ് കോഴിൻ്റെ. അത് ഞാൻ എൻ്റെ മാമനെ നോക്കാനിട്ട് കണ്ണൂർക്ക് പോയിട്ടുണ്ടായി. അപ്പം കാടിന്ന് എൻ്റെ മോന് കരഞ്ഞിട്ട് മെങ്ങി ആടുണ്ടായിരുന്നു എൻ്റെ കോഴിക്കുഞ്ഞ്. അങ്ങനെ കുറേന്ന് കരഞ്ഞിട്ട് മെങ്ങി. അതുകൊണ്ട് അത് വൈകുന്നേരം പുറത്താക്കുന്നത്. പിന്നെ ഉള്ളിലാക്കിയിട്ടൊക്കെ പേടിയാണെന്ത് പിടിച്ചുണ്ടാലിട്ട്. പിന്നെ ഇതാ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ഉച്ചക്ക് ഇറച്ചി അതിൻ്റെ പണിക്ക് കഴിഞ്ഞു. പിന്നെ ഇതാ ഫുഡെല്ലാം ആക്കിയിട്ടായിട്ട് ഇങ്ങനെ ഒന്നിട വന്നിട്ട് ഇരുന്നിട്ട് ഫോൺ നോക്കുന്നുണ്ടായി. പിന്നെ പിള്ളേരവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഫോൺ നോക്കിയോണ്ടൊക്കെ തന്നെ പിള്ളേർ കളിക്കും. പിന്നെ ഇപ്പോൾ സ്കൂളിൽ ലീവ് ഉണ്ടായല്ലേ, അതിൽ എൻ്റെ പെങ്ങന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പെങ്ങന്മാരിലൊരു പെങ്ങ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെങ്ങളെ കിടേൻ്റെ ഒക്കെ എൻ്റെ മോനെ കളിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോണിൽ ഇങ്ങനത്തെ എല്ലാം നോക്കുന്ന പണി. പിന്നെ ഇത് വൈകുന്നേരം ചായക്കുള്ള ഇതാക്കാറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇതെന്താ പറയുക, ഇത് മുട്ടയും ബ്രെഡും ഷുഗറും ഇട്ടിട്ട് പഞ്ചാര ഇട്ടിട്ട് ഇതാക്കി മിക്സ് ആക്കിയിട്ട് എണ്ണ കിട്ടാം ബോൾ പോലെ ആക്കിയിട്ട്. പിന്നെ ഉന്നക്കായ ആക്കുന്നുണ്ട്. ഉന്നക്കായ അങ്ങനെ ആക്കാനറിയില്ല, ഞാൻ എൻ്റെ ദീദിനോട് കേട്ടിട്ട് ആക്കുന്ന ഉന്നക്കായെല്ലാം. ഓൾക്ക് നല്ല ചേർക്കറിയുന്നോള് നല്ല ഇങ്ങനത്തെ എല്ലാം നല്ല ഇത്, അങ്ങനെ ഉള്ളോട് കേട്ടിട്ട് ആക്കുന്നത്. പിന്നെ അതെല്ലാം ആക്കിയതായിട്ട് പിന്നെ അവർക്ക് ചായ കൊടുത്ത് അവർ ഫോൺ ടി വി നോക്കിയിട്ട് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത് എൻ്റെ പെങ്ങന്മാരുണ്ട്, പെങ്ങുണ്ട് പറഞ്ഞിട്ട് അതിനെ എന്താ പെങ്ങളൊക്കെ ഇടാക്കോ. പിന്നെ അത് ഞാൻ പറഞ്ഞ കോയിൻ്റെ കുഞ്ഞ് എൻ്റെ മോനെ മേങ്ങിക്കൊണ്ടുവന്ന അത് അതിനെ പുറത്താക്കിയിട്ടുണ്ടായി. പിന്നെ ഇത് രാത്രിയിലത്തെ ഫുഡ്. രാത്രിക്ക് മറ്റേ പ്ലേറ്റിൽ കൂട്ടുന്ന അപ്പമില്ലേ, തേങ്ങ പച്ചരി ചോറെല്ലാം ഇട്ടിട്ട് അങ്ങനെ ആ അപ്പാക്കിയത്. അങ്ങനെ അതെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പോൾ ചുട്ടുകൊണ്ട് മുമ്പ് ചുട്ടുകൊണ്ടേ എൻ്റെ മോന് ചെറുതുണ്ടാകുമ്പോൾ. ഇപ്പോൾ ചുടലില്ല, ഇപ്പോൾ ഹസ്ബൻഡ് വന്നക്കൊണ്ട് അങ്ങനെ ചുട്ടത്. ഇവിടെ എല്ലാവരും പിന്നെ ചോറ് വയ്ക്കലും. പിന്നെ അതെല്ലാം തിന്നിട്ടായിട്ട് ബ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. പിന്നെ അത് ഓനെ ഉറക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ ഓക്കെ, ബൈ.